ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ദിയ കൃഷ്ണയുടെ ഓഫീസിലുണ്ടായ സാമ്പത്തിക തട്ടിപ്പ്. ആ സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ 3 ലേഡി സ്റ്റാഫുകൾ, അവിടെ വർക്ക് ചെയ്യുന്ന 3 ലേഡി സ്റ്റാഫുകൾ 69 ലക്ഷം രൂപയാണ് ആ ഓഫീസിൽ നിന്ന് പല തവണയായിട്ട് തട്ടിയിരിക്കുന്നത്. ഈ ഒരു വർഷത്തിനിടയ്ക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 3 ലേഡി സ്റ്റാഫുകളോട് ചേർന്ന് എന്ത് ചെയ്തു, QR കോഡ് ചേഞ്ച് ചെയ്തും അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് പൈസകൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. പൈസ ട്രാൻസ്ഫർ ചെയ്തത് പോരാഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, ഇത് അവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും മറ്റും ട്രാൻസ്ഫറും ചെയ്തിട്ടുണ്ടായിരുന്നു. അഹാനയുടെ ചോദ്യം ചെയ്യലിൽ ഇവർ സമ്മതിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണ് എടുത്തത്? എല്ലാ പൈസയും ഡിവൈഡ് ചെയ്താണ്. പക്ഷെ രാത്രിയൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തത് എന്താണ് ചെയ്തത്? സ്കാനർ. അഹാനയുടെ ചോദ്യം ചെയ്യലിൽ അവർ സമ്മതിക്കുന്നുണ്ട്, അവർ പൈസ എടുത്തിട്ടുണ്ട്, അവർ ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു എംപ്ലോയീസോ ഒരിക്കലും ആരോടും, ഒരു ബിസിനസ് പേഴ്സണോട് അവർ നിങ്ങൾ അത്രത്തോളം 100% വിശ്വസിച്ചായിരിക്കും അവർ നിങ്ങളെ ബിസിനസ് ഏൽപ്പിക്കുന്നത്. ഒരിക്കലും നമ്മൾ അവരോട് ചെയ്തുകൂടാത്ത ഒരു തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അത് 3 ലേഡീസാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്ന് പറയുന്നുണ്ട്. അതിനും ദിയ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഫാമിലിയിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ഈ വീഡിയോയിൽ അത് വ്യക്തമായി അറിയാവുന്നതാണ്. അധികാരത്തോടെ പെരുമാറി ജാതിയുമായി അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലുള്ള വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഈ അധികാരത്തോടെ സംസാരിക്കുന്നു എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഞാൻ ആ കമ്പനിയുടെ ഓണറാണ്, ഞാൻ അതിൻ്റെ സ്റ്റാഫല്ല. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു അധികാരം ഉണ്ടല്ലോ. ഞാൻ അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അവരുടെ ശമ്പളം പറ്റുന്ന ആളല്ല. അതിൻ്റെ ഒരു അധികാരം എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഈ ജാതി മതം ഈ അധികാരം കൂടെ മിക്സപ്പ് ആക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് നമുക്ക് ഈ ഉത്തരം മുട്ടുമ്പോൾ കിടന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് അവരുടെ ഈ ജാതി കാർഡ്. എൻ്റെ ഫാമിലിക്കകത്ത് തന്നെ എൻ്റെ അച്ഛൻ വേറെ ജാതി, എൻ്റെ അമ്മ വേറെ ജാതി, എൻ്റെ ഹസ്ബൻഡ് വേറെ ജാതിയാണ്. ദിയ ഇവരോട് ഹാർഷായി പെരുമാറി എന്ന് പറയുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഓണർ ആകുമ്പോഴത്തേക്ക് അവിടുത്തെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നില്ല, മാക്സിമം സ്വാതന്ത്ര്യം കൊടുക്കാറില്ല. റെപ്യൂട്ടൻസ് കീപ്പ് ചെയ്ത് അവരോട് എപ്പോഴും ഒരു ഓണർ എംപ്ലോയി എന്നുള്ളൊരു ഡിസ്റ്റൻസ് പാലിക്കാറുണ്ട്. പക്ഷേ ഏറെക്കുറെയൊക്കെ ദിയ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്കിലും അവരോട് പെരുമാറിയിട്ടുള്ള സംഭവങ്ങൾ അവർ പറയുന്നുണ്ട്. ഇങ്ങനെ ദേഷ്യത്തോടെ പെരുമാറിയെന്ന്. ഒരിക്കലും അതൊരു തെറ്റായിട്ട് തോന്നില്ല. അവർ തന്നെ പറയുന്നുണ്ട് അവരെ പോലെ ഒരു എംപ്ലോയീസിനെ പോലെ ദിയ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അന്ന് രാത്രി ഉറങ്ങാൻ സമ്മതിക്കാത്ത ഈ കോംപ്രമൈസിന് വേണ്ടി അവളുടെ ദിയയുടെ ഫോണിൽ വിളിച്ചപ്പോഴാണ് ദിയ എന്ത് ചെയ്തത്, ചീത്ത വിളിച്ച് എന്ന് പറയുന്നത്. അവർക്ക് റെസ്റ്റ് വേണം. അവരുടെ ലാസ്റ്റ് മന്തിൽ അവർക്ക് നല്ലോണം ഉറക്കവും റെസ്റ്റും ആവശ്യമായിട്ടുള്ള സമയമായിരുന്നു. അന്നേരം അവർക്ക് ഈ ദേഷ്യവും അവരോട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തി ഓർത്ത് അവർക്ക് എന്തെങ്കിലും സങ്കടവും ദേഷ്യവും കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ചീത്ത വിളിച്ചിട്ടുണ്ടാവുക. അതിപ്പോൾ നമ്മളായിരുന്നാലും ആ സ്ഥാനത്ത് നമ്മളായിരുന്നാലും അത് മാത്രമേ ചെയ്യൂ. ഇനിയെങ്കിലും നമുക്ക് എല്ലാവരും, ലോകത്തുള്ള എല്ലാവരും, മനുഷ്യനെ തന്നെ എന്ത് ചെയ്യാൻ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. പ്രത്യേകിച്ച് പൈസയുടെ ഇടപാടിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ ആരോടായിരുന്നാലും പൈസയിൽ എപ്പോഴും നമ്മളല്ലെങ്കിൽ പൈസ ആയിരുന്നാലും എന്ത് കാര്യത്തിലായിരുന്നാലും അവർക്ക് 100% വിശ്വാസം കൊടുക്കാനായിട്ട് പോകരുത്. നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം ഇന്ന് ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് അവരുടെ ബിസിനസ്സിൽ ഉണ്ടായ പോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാകും. ഇതുപോലെ പല ബിസിനസ്സുകളിൽ പാർട്ട്നേഴ്സ് ചതിച്ചും ഒരുപാട് ആത്മഹത്യകൾ, പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ കൊലപാതകങ്ങൾ വരെ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ തട്ടിപ്പ് സുഹൃത്തായിരുന്നാലും അല്ലെങ്കിൽ പാർട്ട്ണർ ആയിരുന്നാലും ബന്ധുക്കളായിരുന്നാലും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നാലും ചതിച്ചിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉണ്ട്. ഇനിയും എല്ലാവരും എന്ത് ചെയ്യുക, കെയറായിരിക്കുക. ഇനി ഇതുപോലെ ചെയ്താൽ ഇനിയും നാളെയും ഇത് പലർക്കും സംഭവിക്കാം, നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇനി ആരും ഇതിന് ശ്രമിക്കാതിരിക്കുക. പല ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. നിങ്ങൾ അവർ വിശ്വസിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഓണറായിരുന്നാലും അതിൻ്റെ ബേസായിട്ടുള്ള ആൾക്കാരായിരുന്ന ഓരോരുത്തർ വിശ്വസിച്ച് നിങ്ങളെ ജോലി ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ 100% കൊടുത്ത് നിങ്ങൾ അർഹിക്കുന്ന ഒരു ശമ്പളം തന്ന് നിങ്ങൾ അവർ പോറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിൻ്റെ 100% അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഇങ്ങനൊരു മോശമായിട്ടുള്ള പ്രവർത്തികൾ നമ്മൾ ഒരിക്കലും ചെയ്താൽ അത് ഒരിക്കലും നിലനിൽക്കില്ല. ഒരു പലനാൾ കള്ളന് ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് എന്തെങ്കിലും ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇത്രയേ ഉള്ളൂ. നന്ദി.